ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. ഗൈസ് ഓൾസോ. ഹലോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പീഡന ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ, അതല്ലെങ്കിൽ ചിലരെങ്കിലും അറിഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് മറച്ചു വെച്ച, മായ്ച്ചു കളഞ്ഞ, ചിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞ ഒരു കാര്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അതാണ് സിനിമാ സെറ്റുകളിലെയും സിനിമാക്കാർക്കിടയിലെയും ഡ്രഗ് യൂസേജ്. ആൽക്കഹോൾ മാത്രമല്ല, മദ്യം മാത്രമല്ല, ഡ്രഗ്സും യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ട്. മാക്സിമം ചെറുപ്പക്കാർ, യുവജനത ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ക്രിയേറ്റിവിറ്റി ഇത് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് എന്ന് കൃത്യമായിട്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പല പേജിൽ, 186 പേജിലുണ്ട്, അതുപോലെ തന്നെ പല പല പേജിൽ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണോ, അതോ ഈ പീഡന ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നതുകൊണ്ടാണോ മാധ്യമങ്ങളോ നമ്മൾ ആരുമോ ഈ ഡ്രഗ് യൂസേജിനെ പറ്റി പറയുന്ന കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ അതും സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ കാരണം, സുചി ലീക്സ് എന്ന ചാനലിലൂടെ പ്രസിദ്ധയായ സുചിത്ര, തമിഴ് ഗായികയാണ് സുചിത്ര, അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. SS മ്യൂസിക്കിലെ ഒരു ഇന്റർവ്യൂവിലാണ് അവർ ഈ കാര്യം പറഞ്ഞത്. അവർ പറഞ്ഞ കാര്യമനുസരിച്ചാണെങ്കിൽ റിമ കല്ലിങ്കലും ആഷിഖ് കപൂറും ഇവിടെ പ്രതിക്കൂട്ടിലാവുകയാണ്. അപ്പോൾ ഈ സുചി ലീക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അവർ 2017 കുറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അവരുടെ ഭർത്താവ് ആയിരുന്ന കാർത്തിക് കുമാറിന്റെ അടക്കം ചില സീക്രട്സ് അവർ പുറത്തുവിട്ടിരുന്നു. അതേപോലെ തന്നെ ധനുഷും തൃഷയുമായിട്ടുള്ള ഇന്റിമേറ്റ് സീൻസിന്റെ ഫോട്ടോസ്, അനിരുദ്ധും ആൻഡ്രിയ ജെറമിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ളത്, അങ്ങനെ കുറേ അധികം നടന്മാരുടെയും നടിമാരുടെയും പിന്നാമ്പുറ രഹസ്യങ്ങൾ ഇവർ പുറത്തുവിട്ടിരുന്നു. അങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും മറ്റുമൊക്കെ പുറത്തുവിട്ടിരുന്നു. അതേപോലെ ഇവർ പറഞ്ഞു തന്റെ ഭർത്താവായ കാർത്തിക് കുമാറും ധനുഷുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് 2005 മുതലുള്ള ഇവരുടെ വിവാഹബന്ധം 2017 വേർപിരിഞ്ഞത്. എന്നാൽ അതിനുശേഷം അവർ പറഞ്ഞു, എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്താണ്, ആരൊക്കെയോ ഹാക്ക് ചെയ്തിട്ട് വേറെ ആരൊക്കെയോ ലീക്ക് ചെയ്താണ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിനകം തന്നെ ഇവർ വൈറലായിരുന്നു, ഭയങ്കരമായിട്ട് റീച്ചിങ് കിട്ടിയിരുന്നു. ഈ സുചി ലീക്സ് ലീക്ക് ആയി കഴിഞ്ഞപ്പോൾ സുചി ലീക്സ് 1, സുചി ലീക്സ് 2, അങ്ങനെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട്, ഒരു 500 ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് എങ്കിലും എക്സിലും മറ്റും ഉണ്ടായി അതിനുശേഷം. അപ്പോൾ ഈ സുചിത്രയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നെടുത്ത ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അതിൽ അവർ പറയുന്നുണ്ട്, ഈ റിമ കല്ലിങ്കലിന്റെ പാട്ടുകളിൽ ഡ്രഗ്സ് യഥേഷ്ടം ഒഴുകുന്നുണ്ട്. ഇൻഫാക്ട് അവർ പുതുതായിട്ട് വരുന്ന നടിമാർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്, അവരെ ഡ്രഗിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന്. ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. Reema Kallingal was also going through a very very bad PR phase up to 2-3 years. அவங்க கரியர் அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னால தான் மோஸ்ட்லி, where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கல்லிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம். അവർ പറയുന്നത് റിമ കല്ലിങ്കലിന്റെ കരിയർ തന്നെ ബാധിച്ചത്, കരിയർ തന്നെ ഇല്ലാതായതിന് കാരണം അവർ നടത്തുന്ന പാർട്ടീസ് ആണ്. ആ പാർട്ടികളിൽ ആരും ഉപയോഗിച്ചുകൂടാത്ത, യങ്സ്റ്റേഴ്സ് എന്നല്ല, നല്ല ഏജ് ഉള്ളവരാണെങ്കിലും ആരാണെങ്കിലും ഉപയോഗിച്ചുകൂടാത്ത ഡ്രഗ്സ് യഥേഷ്ടം ഒഴുകുമായിരുന്നു എന്ന്. Like nobody is asking Reema Kallingal this question, that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க? இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க, நீங்க ஃபர்ஸ்ட் ட்ரഗ്സ്. റീമ, അതെ, ഇവർ ചോദിക്കുന്നത്, ഈ സ്ത്രീകളുടെ മുന്നേറ്റം എന്ന WCCയെ ലീഡ് ചെയ്യാൻ നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി എന്താണ്? കാരണം നിങ്ങൾ ഇത്തരം പരിപാടികളാണ് ചെയ്യുന്നത്, നിങ്ങൾ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡ് ആഷിഖ് കപൂറിനും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ, വനിതാ മുന്നേറ്റത്തിന്റെ സാരഥ്യം വഹിക്കാനുള്ള എലിജിബിലിറ്റി എന്താണ്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. അതിനുശേഷം ബാക്കി പറയുന്നുണ്ട് അവർ പെൺകുട്ടികളുടെ കാര്യം. அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க, நீங்க ஃபர்ஸ்ட் ட்ரഗ്സ്. ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. ഗൈസ് ഓൾസോ. இதெல்லாம் കൊച്ചി പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇവർ
ഒരിക്കലും ഉപയോഗിച്ചുവിടാൻ കൊള്ളാത്ത, ശരീരത്തിന് ദോഷകരമാകുന്ന ഡ്രഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ അതിലേക്ക് തള്ളിവിട്ടത് ഇവരാണ്. അതെല്ലാം റിമ കല്ലിങ്ങലിന്റെ വീട്ടിലെ പാർട്ടികളിലാണ് നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇവരും ആഷിഖ് അബുവുമാണ് ഇതിൽ കുറ്റക്കാരെന്നാണ് സുചിത്ര പറയുന്നത്. அவங்க அரெஸ்ட் பண்ண ரிப்போர்ட்ல இருக்கு. வாட் வாஸ் அவர் பாய் ஃப்ரெண்ட்ஸ் நேம்? அபு வாட் அபு. அந்த டைம்ல 2 பேரும் தான் விசாரணைக்கு கூட்டிட்டு போனாங்க. அப்பட்டமா வந்துச்சு அவங்க 2 பேரும். ஜஸ்ட் ப்ளீஸ் அட்டாச் தட், ஏதாவது ஒரு ஸ்கிரீன்ஷாட் ஆஃப் தட் ஆர்டிகல் ஹியரா. சும்மா நான் ஏதோ வளாத்திட்டு இருக்கேன், அடியில கமெண்ட்ஸ் வரப்போகுது. நானே ஷாக் ஆனேன். ஓ ரிமா கல்லிங்கல் டஸ் திஸ் வாட் அப்படின்ட்டு. அந்த ஆர்டிகல் படிச்சுதான் எனக்குமே தெரியும். ഇവർ പറയുന്ന ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു, ഇവരെ അറസ്റ്റ് ചെയ്തതും ഇവരെ വിചാരണയ്ക്ക് കൊണ്ടുപോയതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയുകയല്ല. ഇവര് ഈ ഡ്രഗ് യൂസേജിന്, ഡ്രഗ്സ് പിടിച്ചതിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് സുജി ലീക്സ് അഥവാ സുചിത്ര പറയുന്നത്. പക്ഷെ നമ്മൾ മലയാളം മാധ്യമങ്ങളിലൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യവും കണ്ടിട്ടില്ല. ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അപ്പോ ഈ ഡ്രഗ്സ് ഉപയോഗത്തിന് ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഇത്തരം കാര്യങ്ങളിലേക്ക് യുവജനതയെ തള്ളിവിടുന്ന വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. அப்புறம் நம்ம அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில வர சாக்லேட் தொடவே மாட்டோம் அப்படிங்குவாங்க. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்லை. இந்த தேதிக்கு சில நடிகர்கள்லாம் 2 லைன் நான் அடிக்கலைன்னா என்னால நடிக்கவே முடியாது, நான் செட்டுக்கே வரமாட்டேன்றாங்க. சோ அப்பனே லைன் கோலம் போட்டு கொடுக்குறோம். ஏன்னா யாருன்னு எல்லாரும் வச்சுக்கோங்களேன். ഇവർ ആദ്യം ആർട്ടിക്കിൾ എവിടെ വായിച്ചാണ് ഈ കേസിന്റെ കാര്യം. അതിനുശേഷം ഇവർ പറയുന്നവർ മലയാളം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അവരും ഇതേ സമ്മതിച്ചു എന്നാണ്. അതായത് ഇവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഇവരോട് ആരൊക്കെയോ പറഞ്ഞ് ഉള്ള വിവരങ്ങൾ മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ ഇവർക്ക് തെളിവുകൾ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം സുചിത്രയെ ഈയിടെയായിട്ട് ഒരു പാർട്ടികളിലും ആരും അടുപ്പിക്കാറില്ല. ചിലർ പറയുന്നു അവർക്ക് മെന്റൽ പ്രോബ്ലം ആണെന്ന്, ചിലർ പറയുന്നു അവർ ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് പിച്ചും പേയും പറയുന്നതാണെന്ന്, ചിലർ പറയുന്നു അവർ സത്യങ്ങൾ വിളിച്ചു പറയുന്നതുകൊണ്ട് ഇവരെ മറ്റുള്ളവർ അകറ്റി നിർത്തുന്നതാണെന്ന്. എന്തായാലും സുജി ലീക്സിന് ഈ കാര്യങ്ങൾ കിട്ടിയത് ആദ്യം ഒരു ആർട്ടിക്കിളിൽ വായിച്ചു. അതിനുശേഷം അവർ കൺഫർമേഷന് വേണ്ടി മലയാളം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചു. അവർ പറഞ്ഞു അവിടെ ഒരു പാർട്ടിക്ക് പോയാൽ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാറില്ല എന്ന്. അതിനുള്ള ധൈര്യം അവർക്കില്ല. കാരണം അതിനകത്ത് ഡ്രഗ്സ് ഉണ്ടോ എന്നുള്ള കാര്യം അവർക്കറിയില്ല എന്ന്. അതായത് ഇവിടെ സുജി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പുതിയതായിട്ട് വരുന്ന നടന്മാരെയും നടിമാരെയും പെൺകുട്ടികളെയൊക്കെ ഈ ഡ്രഗ്സ് അവരറിയാതെ കൊടുത്ത് ആ മയക്കുമരുന്നിന്റെ യൂസേജിലേക്ക് തള്ളിവിടുകയാണെന്നാണ്. ഒരു തവണ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ ഡിപ്പെൻഡന്റ് ആവും. പിന്നെ അതിനുശേഷം അവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് സുജി പറയുന്നത്. അവർ പറയുന്നു 2 ലൈനെങ്കിലും അടിക്കാതെ, ഈ കൊക്കൈന്റെയും ഒക്കെ ആയിരിക്കും 2 ലൈൻ നോട്ട് ചെയ്യുമല്ലോ, അത് അടിക്കാതെ അഭിനയിക്കാനേ പറ്റാത്ത സ്ഥിതിയിലാണ് പല യുവ തലമുറയിലെ നടന്മാരും നടിമാരും. അതിലേക്ക് ഇവരെ എത്തിച്ചത് ആഷിഖ് അബുവാണ്. ആഷിഖ് അബുവും വൈഫ് റിമ കല്ലിങ്ങലുമാണ് എന്നാണ് സുചിത്രയുടെ അലഗേഷൻ. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ആഷിഖ് അബു ഈയിടെ ഫെഫ്കയ്ക്കെതിരെ തിരിഞ്ഞിരുന്നു. ഇതിനു മുമ്പും ഫെഫ്കയ്ക്ക് എതിരായിരുന്ന കക്ഷി ഫെഫ്കയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം താൻ ഫെഫ്കയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് പറഞ്ഞു. കാരണം ഉണ്ണികൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞില്ല. അപ്പോൾ ഫെഫ്ക അതിന് മറുപടി കൊടുത്തു, ഫെഫ്കയിലെ മെമ്പറേ അല്ല ആഷിഖ് അബു, ഇതിനു മുമ്പ് തന്നെ സ്ഥാനം ഒഴിഞ്ഞിരുന്നു, അതുകൊണ്ട് ഫെഫ്കയിലെ മെമ്പർ അല്ല, അതുകൊണ്ട് രാജി നാടകത്തിന്റെ ആവശ്യമില്ലെന്ന്. എന്തായാലും അവിടെ നടക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഇവരെല്ലാം ഒരു ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഫോക്കസ് ചെയ്യിക്കുന്നത്, നമ്മളെ കുതിരയ്ക്കൊക്കെ 2 സൈഡിലും ഇങ്ങനെ വെക്കുമല്ലോ ഒരു സംഭവം, മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കാനുള്ള സംഭവം. അതുപോലെ നമ്മളെ കൊണ്ട് ഫോക്കസ് ചെയ്യിക്കുന്നത് ഈ പീഡനം എന്ന ഒരൊറ്റ പോയിന്റിലാണ്. അവിടെ ഡിസ്കസ് ചെയ്ത കുറേയധികം പോയിന്റ്സ് ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മെയിൻ ആയിട്ട് വന്ന മറ്റൊരു പോയിന്റ് ഇത് തന്നെയാണ്, ഡ്രഗ് യൂസേജ് ആണ്. പല നടന്മാരും മദ്യപിച്ചു വരുന്നുണ്ട്, പല നടന്മാരും ഡ്രഗ് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതും റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്ത് വിറ്റ്നസ് ആയിട്ട് വന്ന, എവിഡൻസ് കൊടുക്കാൻ വന്ന യുവതികളും നടന്മാരും നടിമാരും ഒക്കെ തന്നെ പറഞ്ഞ കാര്യമാണ്. അതിനുള്ള തെളിവുകളും അവിടെ ഉണ്ടാകും. അപ്പോൾ ആ കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ അതിൽ ബ്ലൈൻഡ് ചെയ്യിക്കുന്നു, നമ്മളെ അതിലേക്ക് ശ്രദ്ധ തിരിയാൻ സമ്മതിക്കുന്നില്ല. നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഈ പീഡനം എന്നതിൽ ഫോക്കസ് ചെയ്യാനാണ് ഇവരുടെ ശ്രമം. കാരണം ഈ പീഡന ആരോപണങ്ങളിൽ പെട്ടിരിക്കുന്നത് ഈ മെയിൻ സ്ട്രീം നടന്മാരാണ്, ഇവരുടെ ശത്രുപക്ഷത്തുള്ളവരാണ്. അപ്പൊ സുചിത്രയുടെ 2-3 ചോദ്യങ്ങൾ റെലവന്റ് ആണ്. ഈ ഡ്രഗ് യൂസേജ് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ, ഡ്രഗ് യൂസേജിലേക്ക് റിമ കല്ലിങ്ങലാണ് തള്ളിവിട്ടതെങ്കിൽ അവരെ ആരാണ് സ്ത്രീ മുന്നേറ്റത്തിന്റെ ചുമതല നൽകിയത്, അല്ലെങ്കിൽ അവർ സ്ത്രീ മുന്നേറ്റത്തിന് നിൽക്കാനുള്ള അവർക്കുള്ള യോഗ്യത എന്താണ്? കാരണം അവർ തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്, അവരെ ഡ്രഗ് അഡിക്റ്റ് ആക്കിക്കൊണ്ട്. രണ്ടാമത്തെ ചോദ്യം,
ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആഷിഖ് കപൂറിനും റിമ കല്ലിങ്ങലിനുമുണ്ട്. അവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ആൾറെഡി രേവതിക്കെതിരെ ഒരു അഭിപ്രായം, ഒരു ആരോപണം വന്നിരുന്നു. രഞ്ജിത്തിൽ നിന്ന് ഫോട്ടോസ്, ഒരു പയ്യന്റെ നേക്കഡ് ഫോട്ടോസ് കിട്ടിയെന്ന് അവർ അതിനുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, രഞ്ജിത്ത് പറഞ്ഞത് കള്ളം അല്ലെങ്കിൽ തെറ്റാണ്, താൻ അങ്ങനെ ഒന്നും സ്വീകരിച്ചിട്ടില്ല, തനിക്ക് അതിനൊന്നും ആവശ്യമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവർ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവരും ഇവിടെ അഗ്നിശുദ്ധി തെളിയിക്കേണ്ട കാര്യമുണ്ട്. കാരണം പല കോണുകളിൽ നിന്ന്, പേരില്ലാത്ത ഐഡികളിൽ നിന്നാണ് മാക്സിമം എങ്കിലും, അവിടെ നിന്നൊക്കെ ആഷിഖ് കപൂറിനെതിരെയും റിമ കല്ലിങ്ങലിനെതിരെയും ഈ ഡ്രഗ് യൂസേജിന്റെ ഒരു ആരോപണം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. കഞ്ചാവ് മാഫിയ എന്നുള്ള ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കി ഗോൾഡ് എന്നൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ക്ലാരിഫൈ ചെയ്യേണ്ട ചുമതല ഇവർക്കും ഉണ്ട്. അവർ നമ്മളോട് പറയണം ഇതെല്ലാം കള്ളങ്ങളാണ്, ഇങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അതല്ല, ഈ സുജി പറയുന്ന പോലെ ഇവർക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട്, ഇവർക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്, ഇവർ രക്ഷപ്പെട്ടത് ഇടത് രാഷ്ട്രീയത്തിന്റെ തണലിലാണെങ്കിൽ അതിൽ കൂടുതൽ നാണക്കേട് വേറെ വരാനില്ല, അതിൽ കൂടുതൽ തെണ്ടിത്തരം വേറെയില്ല. കാരണം ഇവർ ഒരു ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കുന്നവരാണ്. എന്നിട്ട് അവർ തന്നെ ഹീറോയും ഹീറോയിനും ആകുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ.